പേരിലൂടെ മതം തിരിച്ചറിഞ്ഞ് അവനെ അവർ വെറുതെ വിട്ടു. പക്ഷെ താൻ കൊണ്ടുവന്ന നിരപരാധികളായ മനുഷ്യരെ കൊലയ്ക്ക് കൊടുത്തിട്ട് അയാൾക്ക് അങ്ങനെ ഒറ്റയ്ക്ക് രക്ഷപ്പെട്ടു പോകുവാൻ കഴിയില്ലായിരുന്നു. താൻ കുതിരപ്പുറത്ത് കൊണ്ടുവന്നവരെ വിട്ടുകിട്ടണമെന്ന് അവൻ ഉറപ്പിച്ചു പറഞ്ഞു. അവരുടെ ജീവൻ രക്ഷിക്കുവാൻ അവൻ ഭീകരരോട് ഏറ്റുമുട്ടി, ശക്തമായി പ്രതിരോധിച്ചു, തോക്ക് പിടിച്ചെടുത്തു. അതിനിടെയാണ് അയാൾ വെടിയേറ്റു വീണത്. അങ്ങനെ ആ കുതിരസവാരിക്കാരന്റെ ജീവിതം അവിടെ അവസാനിച്ചു. സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ. കൂട്ടക്കൊലക്കിടയിൽ അയാളുടെയും പേര് ചോദിച്ചാണ് അവരെത്തിയത്. ധീരമരണം. പാർക്കിങ്ങിൽ നിന്നും ബൈസറണിലെ പുൽമേടുകളിലൂടെ ടൂറിസ്റ്റുകളെ കുതിരപ്പുറത്തേറ്റി നടത്തിയാണ് അയാൾ വരുമാനം കണ്ടെത്തിയിരുന്നത്. അത് അയാളുടെ ജോലിയായിരുന്നു, കുടുംബത്തിന്റെ ഏക വരുമാന മാർഗവും. സയ്യിദിന് നീതി വേണം. നിരായുധരും നിഷ്കളങ്കരുമായ മനുഷ്യരെ ഇല്ലാതാക്കിയവർക്ക് കടുത്ത ശിക്ഷ നൽകണം. തിരിച്ചടി വേണം. കലങ്ങിയ കണ്ണുകളോടെ ഇത് പറയുന്നത് അയാളുടെ പിതാവാണ്. വയോധികരായ മാതാപിതാക്കളും ഭാര്യയും മക്കളുമാണ് സയ്യിദിനുള്ളത്. വൈകുന്നേരം 4 മണിയോടെയാണ് പഹൽഗാമിൽ ഭീകരാക്രമണമുണ്ടായെന്ന വാർത്ത അവന്റെ കുടുംബത്തെ തേടി എത്തുന്നത്. അവരുടനെ അവനെ മൊബൈലിൽ വിളിച്ചു. എന്നാൽ ആ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു. വീണ്ടും വീണ്ടും അവർ വിളിച്ചുകൊണ്ടേയിരുന്നു. 4:45 ആ ഫോണിൽ റിംഗ് കേട്ടു. അവൻ ജീവനോടെ ഉണ്ടെന്ന് ആ പിതാവിന്റെ ഉള്ള് മന്ത്രിച്ചു കാണും. പക്ഷേ ആരും ഫോൺ എടുത്തില്ല. അയാൾ പ്രതീക്ഷയോടെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി വിവരം തിരക്കി. ഒടുവിൽ സയ്യിദിന് വെടിയേറ്റ വിവരമറിഞ്ഞു. അവൻ മരിച്ചിട്ടില്ല, രക്ഷപ്പെടുമെന്നോർത്ത് അപ്പോഴും സമാധാനിച്ചു. പക്ഷെ അധികം വൈകാതെ ആ വാർത്തയും അവരെ തേടിയെത്തി. അവൻ ഇനിയില്ല, ഈ ലോകത്ത് നിന്നും യാത്രയായിരിക്കുന്നു. അയാൾക്ക് വേണമെങ്കിൽ ആ ടൂറിസ്റ്റുകളെ ഉപേക്ഷിച്ച് രക്ഷപ്പെടാമായിരുന്നു. അയാളുടെ കുടുംബം കഴിഞ്ഞിരുന്നത് ആ ഒരൊറ്റ വരുമാനത്തിലായിരുന്നു. പക്ഷെ അയാളുടെ മനസ്സ് അതിനനുവദിച്ചില്ല. കാരണം അയാൾ ഒരു മനുഷ്യനായിരുന്നു, നന്മയുള്ളൊരു പച്ച മനുഷ്യൻ. ഭീകരർ ചാടി വീണപ്പോഴും ഭയന്ന് പിന്മാറാതെ അവരിൽ പ്രധാനിയുമായി അവൻ പോരാടി. പഹൽഗാം കാശ്മീരിലെ ഒരു ചെറു പട്ടണമാണ്. പർവ്വതങ്ങളും താഴ്വരകളും നിറഞ്ഞ പ്രദേശം. ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ഇടങ്ങളിലൊന്ന്. കൃഷിയും ആടുവളർത്തലുമായി കഴിയുന്നവരാണ് അവിടുത്തുകാർ. പക്ഷേ മനോഹരമായ പഹൽഗാം ഇനി ഓർമ്മിക്കപ്പെടുക ഒരു തെറ്റും ചെയ്യാത്ത പാവപ്പെട്ട കുറെ മനുഷ്യർ വെടിയേറ്റു വീണ പ്രദേശം എന്ന പേരിലാവും. അതിലൊരാളായി മാറുന്നു സയ്യിദ് ആദിൽ ഹുസൈൻ ഷായും. ആദരാഞ്ജലികൾ.